നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ് തൃക്കരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഏഴിമല നാവിക അക്കാദമിയിൽ പോലീസ് പരിശോധന കർശനമാക്കിയത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് തിരിച്ചടിയാകുന്നു. തൃക്കരിപ്പൂർ മുച്ചിലോട്ട് പെരുങ്കളിയാട്ടത്തിന് തിരിതെളിഞ്ഞു. 4 നാൾ ഇനി ഭക്തിസാന്ദ്രം. കുടിവെള്ളത്തിനായി കൊല നടക്കുന്ന കാലം ആസന്നമെന്ന് വി മധുസൂദനൻ നായർ. ക്ഷേത്ര ചൈതന്യം നിലനിൽക്കുന്നത് ജാതിമത പരിഗണനകളില്ലാത്ത നാട്ടുകൂട്ടായ്മയിലൂടെയാണെന്നും കവി. കൈക്കോട്ട് കടവിലെ പ്രവാസിയുടെ വീട്ടിലെ കവർച്ചാശ്രമം. ഒളിക്യാമറയിൽ പതിഞ്ഞ CPM നേതാവ് അറസ്റ്റിൽ. എഴുപത്തിയാറാമത്തെ വയസ്സിലും ജൈവ പച്ചക്കറി കൃഷിയിൽ വിജയഗാഥ തീർക്കുകയാണ് കരിവള്ളൂർ പലിയേരിയിലെ കാർത്യായനി അമ്മ. വിശദമായ വാർത്തകളിലേക്ക്. ഏഴിമല നാവിക അക്കാദമിയിൽ പോലീസ് പരിശോധന കർശനമാക്കി. ഇതോടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കരാർ ജോലിക്കായി എത്തിയ തൊഴിലാളികളുടെ ജീവിതം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഏഴിമല നേവൽ അക്കാദമിയിലെ ജോലിക്കാരിൽ ഭൂരിപക്ഷവും അന്യസംസ്ഥാന തൊഴിലാളികളാണ്. ആവശ്യമായ പരിശോധനകൾ നടത്താതെയായിരുന്നു മിക്കവരെയും ജോലിക്കായി ഇവിടെ എത്തിച്ചത്. ആദ്യകാലങ്ങളിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഇപ്പോൾ പോലീസ് പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ്. അതീവ തന്ത്രപ്രാധാന്യമുള്ളതും സുരക്ഷ ആവശ്യമുള്ളതുമായ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നാവിക പരിശീലന കേന്ദ്രമാണ് ഏഴിമലയിലേത്. രാജ്യം ഭീകരാക്രമണ ഭീഷണി നേരിടുന്ന സാഹചര്യത്തിലാണ് ഇവിടെ സുരക്ഷാ പരിശോധന ശക്തമാക്കിയിരിക്കുന്നത്. ആയിരക്കണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികളാണ് നാവിക അക്കാദമിക്കകത്ത് വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അക്കാദമി ഏരിയയിലേക്ക് പ്രവേശിക്കുന്നതിന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയതോടെ നിർമ്മാണ പ്രവൃത്തി കരാറേറ്റെടുത്തവർ നെട്ടോട്ടമോടുന്ന അവസ്ഥയാണ്. തൊഴിലാളികൾ പയ്യന്നൂരിൽ വർഷങ്ങളായി താമസിക്കുന്നതായി രേഖകളുണ്ടാക്കി പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുവരുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളായി നൂറുകണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികളാണ് സർട്ടിഫിക്കറ്റിനായി സ്റ്റേഷനിലെത്തുന്നത്. എന്നാൽ ഇവർക്ക് സർട്ടിഫിക്കറ്റ് നൽകാൻ സാധിക്കാത്ത അവസ്ഥയാണ് പോലീസിനുള്ളത്. തീവ്രവാദികളും മാവോയിസ്റ്റുകളും അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ നുഴഞ്ഞുകയറി സർട്ടിഫിക്കറ്റ് നേടി അക്കാദമിക്കകത്തു കടന്നാൽ ഇതു നൽകിയ ഉദ്യോഗസ്ഥൻ പ്രതിയാകാനിടയുണ്ട്. നാട്ടിലെ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കാനാണ് ഇവർ നിർദ്ദേശിക്കുന്നത്. ഇതോടെ കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് കരാറുകാരാണ്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. വാദിഹുദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് അഡ്വാൻസ് സ്റ്റഡീസിന് പുതിയ കെട്ടിടമൊരുങ്ങുന്നു. ശിലാസ്ഥാപനം പത്മശ്രീ MA യൂസഫ് അലി നിർവഹിച്ചു. വാദിഹുദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ആൻഡ് അഡ്വാൻസ് സ്റ്റഡീസിന് പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം പത്മശ്രീ ഡോക്ടർ MA യൂസഫ് അലി നിർവഹിച്ചു. ചടങ്ങിൽ സർവീസ് ടു ഹ്യൂമാനിറ്റിക്കുള്ള വാദിഹുദ അവാർഡ് വിതരണവും വെള്ളിമാട് കുന്നിലെ വെള്ളി നക്ഷത്രം എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ഉദ്ഘാടകൻ നിർവഹിച്ചു. ഞാൻ നിങ്ങൾക്കറിയ ഒരു കച്ചവടക്കാരനാണ്, ഒരു പ്രാസംഗികനല്ല. പ്രാസംഗികന്മാരൊക്കെ ബഹുമാന്യരായ നമ്മുടെ നേതാക്കളാണ്. ഞാൻ 2-3 കാര്യം പറഞ്ഞു തീർത്ത് അവസാനിപ്പിക്കാം. ഞാൻ ഹംസ അബ്ബാസ് സാഹിബുമായിട്ടുള്ള വളരെ ബന്ധപ്പെട്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അദ്ദേഹത്തിന് വളരെ കലശലായ അസുഖമായ ദുബായിലെ റാഷിദ് ഹോസ്പിറ്റലിൽ കിടക്കുകയായിരുന്നു. സക്കരിയ കൂടിയുണ്ട്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ശ്വാസം ശരിക്കും കിട്ടാതെ മൂപ്പര് വരുമ്പോൾ മൂപ്പര് നാബിലൈസർ
ഓക്സിജനിൻ്റെ മാതിരി തന്നെ നെബുലൈസ് ചെയ്യുന്ന ഡോക്ടർമാർക്കറിയാം. അത് വെച്ച് എടുക്കുകയാണ് ഞാൻ കാണാൻ ചെല്ലുമ്പോൾ. അങ്ങനെ ഞാൻ കാണാൻ ചെല്ലുമ്പോൾ കണ്ട് ഇടയിൽ ഹംസ അബ്ബാസ് സാഹിബിൻ്റെ എടുത്തിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്നോട് 2 കൊല്ലമായി വിറാസിൽ വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും വന്നില്ല. വാദിഹുദ ഗ്രൂപ്പ് ചെയർമാൻ വി കെ ഹംസ അബ്ബാസ് ചടങ്ങിൽ അധ്യക്ഷനായി. തുടർന്ന് വിശിഷ്ടാതിഥിക്കുള്ള ഉപഹാര സമർപ്പണം വാദിഹുദ മാനേജിംഗ് ഡയറക്ടർ SAP അബ്ദുൾ സലാമും വാദിഹുദ ഗ്രൂപ്പ് മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റർ ഫറൂഖ് ഉസ്മാനും നിർവഹിച്ചു. പി കരുണാകരൻ MP, ET മുഹമ്മദ് ബഷീർ MP, പ്രൊഫസർ ഡോക്ടർ അശോകൻ, KK സുഹൈൽ, MK രാഘവൻ MP, VK ഖാലിദ്, TV രാജേഷ് MLA എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മാടായി വില്ലേജ് സമ്മേളനം വെങ്ങര കിയച്ചാലിൽ നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം MV ശകുന്തള ഉദ്ഘാടനം ചെയ്തു. 2016 നവംബർ മാസം നമ്മൾ ദേശീയ സമ്മേളനം നടത്തണം എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സമ്മേളനം നടക്കുക സാധാരണ 3 വർഷത്തിൽ ഒരിക്കലാണ് മഹിളാ അസോസിയേഷന്റെ സമ്മേളനം നടക്കുക. സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ മൃദു സമീപനമാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ സ്വീകരിച്ചു വരുന്നത്. ഇത്തരം നിലപാടുകളാണ് സ്ത്രീകൾക്കെതിരെ അതിക്രമം വർദ്ധിക്കാൻ കാരണമാകുന്നത് എന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത MV ശകുന്തള പറഞ്ഞു. CV ജാനകി, TV ജാനകി, N കാർത്തിയായനി, PP വല്ലി എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ശാസ്ത്രകലാ ജാഥയ്ക്ക് കരിവള്ളൂരിൽ സ്വീകരണം നൽകി. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ ജനറൽ കൺവീനർ ടി ഗംഗാധരൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ശാസ്ത്രകലാ ജാഥയ്ക്ക് കരിവെള്ളൂരിൽ സ്വീകരണം നൽകി. മുൻ ജനറൽ കൺവീനർ ടി ഗംഗാധരൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M രാഘവൻ അധ്യക്ഷനായി. K ചന്ദ്രൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. തൃക്കരിപ്പൂർ മുച്ചിലോട്ട് പെരുങ്കളിയാട്ടം തുടങ്ങി. തൃക്കരിപ്പൂർ മുച്ചിലോട്ട് പെരുങ്കളിയാട്ടത്തിന് തിരിതെളിഞ്ഞു. ഉദനൂർ കോവിലകം, തൃക്കരിപ്പൂർ ചക്രപാണി മഹാക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നും ദീപവും തിരിയും കൊണ്ടുവന്നതോടെയാണ് കളിയാട്ടം ആരംഭിച്ചത്. തൃക്കരിപ്പൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ടത്തിന് തിരിതെളിഞ്ഞു. ശനിയാഴ്ച രാവിലെ പ്രധാന ക്ഷേത്രത്തിലും ഉപക്ഷേത്രത്തിലും അരങ്ങിലടിയന്തരത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് ദേവീദേവന്മാരുടെ പ്രതിപുരുഷന്മാരും ബാല്യക്കാരും ദീപവും തിരിയും കൊണ്ടുവരുന്നതിനായി ഉദനൂർ കോവിലകത്തേക്കും ചക്രപാണി മഹാക്ഷേത്രത്തിലേക്കും പുറപ്പെട്ടു. ക്ഷേത്രങ്ങളിൽ നിന്ന് അന്നദാന വിഭവങ്ങളും ദീപവും കൊണ്ട് കാൽനടയായി തിരികെ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ശ്രീകോവിലിൽ ദീപം തെളിയിച്ചതോടെ കളിയാട്ടത്തിന് തുടക്കമായി. ശേഷം ക്ഷേത്രേശ്വരന്മാരുടെയും സ്ഥാനികരുടെയും നേതൃത്വത്തിൽ കന്നിക്കലവറയിലെ കുഴിയെടുപ്പിലും ദീപം പകർന്നു. വൈകിട്ട് 6 മണി മുതൽ അന്നദാനവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി മുച്ചിലോട്ട് ഭഗവതിയുടെ ഉച്ചത്തോറ്റം അരങ്ങിലെത്തി. ഐതിഹ്യ പെരുമയിൽ നെയ്യാട്ടവും നടന്നു. പെരുങ്കളിയാട്ടത്തിലെ ക്ഷേത്ര ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ച് വൈകിട്ട് 4 മണിയോടെയാണ് മുച്ചിലോട്ട് ഭഗവതിയുടെ ഉച്ചത്തോറ്റം അരങ്ങിലെത്തിയത്. ചെണ്ടയുടെ പതിഞ്ഞ താളത്തിൽ 1 മണിക്കൂറിലേറെ നീണ്ട തോറ്റത്തിനൊടുവിൽ പ്രതിപുരുഷന്മാരുൾപ്പെടെ ക്ഷേത്രം ചുഴലും നടന്നു. ഐതിഹ്യപ്പെരുമയിൽ ബാല്യക്കാരുടെ ആർപ്പുവിളികളുടെ അകമ്പടിയിൽ നെയ്യാട്ടവും നടന്നു. തുടർന്ന് പുല്ലൂർ കണ്ണൻ ദൈവം വെള്ളാട്ടവും അരങ്ങിലെത്തി. വിവിധ തെയ്യങ്ങളുടെ തിടങ്ങലും തോറ്റവും നടന്നു. 2ാം ദിനമായ ഞായറാഴ്ച പുലർച്ചെ മുതൽ കണ്ണങ്ങാട്ട് ഭഗവതി, പുലിയൂർ കാളി, മടയിൽ ചാമുണ്ടി, വിഷ്ണുമൂർത്തി, കുണ്ടോറ ചാമുണ്ടി തുടങ്ങിയ തെയ്യക്കോലങ്ങളും കെട്ടിയാടും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കുടിവെള്ളത്തിനായി കൊല നടക്കുന്ന കാലം ആസന്നമെന്ന് കവി വി മധുസൂദനൻ നായർ. ക്ഷേത്രചൈതന്യം നിലനിൽക്കുന്നത് ജാതിമത പരിഗണനകളില്ലാത്ത നാട്ടുകൂട്ടായ്മയിലൂടെയാണെന്നും പെരുങ്കളിയാട്ടത്തിന്റെ സാംസ്കാരിക സായാഹ്നത്തിൽ കവി അഭിപ്രായപ്പെട്ടു. ജലദേവതയെ ഉപേക്ഷിച്ച് കമ്പനി ദേവതയായി മാറിയ വെള്ളത്തിനു വേണ്ടി പരസ്പരം കൊല്ലുന്ന അവസ്ഥ ആസന്നമായിരിക്കുന്നുവെന്ന് കവി പ്രൊഫസർ വി മധുസൂദനൻ നായർ അഭിപ്രായപ്പെട്ടു. തൃക്കരിപ്പൂർ മുച്ചിലോട്ട് പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായുള്ള സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ മുഴുവൻ ശരി, മറ്റുള്ളവരാരോ കുഴപ്പക്കാർ എന്നൊരു തോന്നൽ
മനുഷ്യ മനസ്സിൽ പൊതുവെ ഉണ്ടാകുന്നു. ആ തോന്നലിനെ പാടെ ശമിപ്പിക്കുന്നതാണ്, കൂടുതൽ കൂടുതൽ നേർപ്പിക്കുന്നതാണ് വാസ്തവത്തിൽ നല്ല ഈശ്വര ചിന്ത എന്ന് ഞാൻ വിചാരിക്കുന്നു. ശരിയായ ഈശ്വര വിശ്വാസി ഒരിക്കലും തൻ്റെ ദോഷത്തെ മറച്ചു വെച്ച് അന്യദോഷത്തെ പെരുപ്പിക്കില്ല, കപടവാക്കുകൾ പറയില്ല, കപടവൃത്തികൾ ചെയ്യില്ല, അന്യന് വാക്കുകൊണ്ട് പോലും മുറിവേൽപ്പിക്കില്ല. ഉറപ്പാണ്. കേരളത്തിൽ മണ്ണില്ലാതായി പ്ലാസ്റ്റിക് പാടങ്ങളും മാർബിൾ പാടങ്ങളുമായി മാറി. മണ്ണ് തോണ്ടി വിൽക്കുന്നവരും പാറ തകർത്ത് ഗർത്തങ്ങളാക്കുന്നവരുമാണ് ഭരണാധികാരികൾ. വെള്ളത്തിന് പേര് പോലും നഷ്ടമായിരിക്കുന്നു. വെള്ളം ഇറക്കുമതി ചെയ്യുന്ന നാൾ വിദൂരമല്ല. സമൂഹത്തിൽ ആർത്തി പെരുകി വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ മനുഷ്യരിലും അസ്വസ്ഥതയും പകയും കലർന്നിരിക്കുന്നു. ഗ്രാമത്തിൽ മാത്രമാണ് വിശുദ്ധി നിലനിൽക്കുന്നത്. ക്ഷേത്രങ്ങളിൽ നിന്ന് ചൈതന്യം ഒഴിഞ്ഞു പോകാതിരിക്കാൻ നാട് ഒന്നിക്കണം. അവിടെ മാത്രമേ ദേവത നിലനിൽക്കുകയുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ അധ്യക്ഷനായിരുന്നു. TP ഭാസ്കര പൊതുവാൾ, ഫോക്ലോർ അക്കാദമി സെക്രട്ടറി M പ്രദീപ് കുമാർ, രാജീവൻ വടക്കേടത്ത് എന്നിവർ സംസാരിച്ചു. E ചന്ദ്രൻ സ്വാഗതവും PU രാജൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് തിരുവാതിര കളിയും അരങ്ങേറി. മറ്റു വാർത്തകളിലേക്ക്. കൈക്കോട്ട് കടവിലെ പ്രവാസിയുടെ വീട്ടിലെ കവർച്ചാശ്രമം. ഒളി ക്യാമറയിൽ പതിഞ്ഞ CPM നേതാവ് അറസ്റ്റിൽ. വയലോടിയിലെ മുൻ ബ്രാഞ്ച് സെക്രട്ടറി C രാഘവനെ തെളിവെടുപ്പിനായി കൈക്കോട്ട് കടവിൽ എത്തിച്ചു. കൈക്കോട്ട് കടവിലെ MK യൂനിസിന്റെ അടച്ചിട്ട വീട്ടിൽ കവർച്ച നടത്താനുള്ള ശ്രമത്തിനിടെ CCTV ക്യാമറയിൽ പതിഞ്ഞ മോഷ്ടാവ് പോലീസിന്റെ വലയിലായി. വയലോടിയിലെ C രാഘവനാണ് പോലീസിന്റെ പിടിയിലായത്. രാഘവനെ തെളിവെടുപ്പിനായി കവർച്ച നടന്ന വീട്ടിൽ കൊണ്ടുവന്നു. 4 ദിവസം മുൻപ് നടന്ന കവർച്ചാ ശ്രമത്തിന് പിന്നിൽ തൊട്ടടുത്ത പ്രദേശത്തെ CPM പ്രവർത്തകനാണെന്ന് ക്യാമറാ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു. ഇതേ തുടർന്ന് CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറി രാഘവന്റെ വീട് പോലീസ് പരിശോധിച്ചെങ്കിലും അപ്പോഴേക്കും തൊട്ടടുത്ത പുഴമാർഗം രക്ഷപ്പെട്ടിരുന്നു. ജില്ലക്കകത്തും പുറത്തും തിരച്ചിൽ നടത്തി വരുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ പോലീസിന്റെ വലയിലകപ്പെട്ടത്. ഫെബ്രുവരി 1-നാണ് യൂനിസിന്റെ വീട്ടിൽ കവർച്ചാശ്രമം നടന്നത്. പുലർച്ചെ 2:30 നടന്ന മോഷണശ്രമം വീടിന്റെ ഉമ്മറത്തെ CCTV ക്യാമറയിൽ വ്യക്തമായി തെളിയുകയായിരുന്നു. 2 പാരകളുമായി വന്ന് വീടിന്റെ വാതിൽ കുത്തിത്തുറക്കുന്നതും തിരിച്ചു പോകുന്നതും ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളിൽ കവർച്ചക്കാരന്റെ മുഖം വ്യക്തമായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ജൈവ പച്ചക്കറി കൃഷിയിൽ വിജയഗാഥ തീർക്കുകയാണ് കരിവെള്ളൂർ പലിയേരിയിലെ കാർത്തിയായനിയമ്മ. 13-ാം വയസ്സിൽ പാടത്തും പറമ്പിലും തുടങ്ങിയ കൃഷിയിൽ 76-ാമത്തെ വയസ്സിലും സജീവമാണ് ഈ കർഷക. ജൈവ പച്ചക്കറി കൃഷിയിൽ കരിവെള്ളൂരിന് മാതൃകയാവുകയാണ് പലിയേരിയിലെ കാർത്തിയായനിയമ്മ. തന്റെ പുരയിടത്തിലെ 60 സെന്റ് സ്ഥലത്താണ് വിവിധയിനം പച്ചക്കറികൾ കൃഷി ചെയ്യുന്നത്. ചാണകവും കാലിമൂത്രവും മാത്രമാണ് പ്രധാനമായും വളമായി ഉപയോഗിക്കുന്നത്. കൂടാതെ ചില നാടൻ പൊടിക്കൈകളും ചെയ്യുന്നു. കരിവെള്ളൂർ ഫാർമേഴ്സ് ക്ലബിന്റെ ജൈവ പച്ചക്കറി കൃഷിഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാർത്തിയായനിയമ്മയ്ക്ക് വിത്തും കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് സൗജന്യമായി വളവും നൽകി. ഫാർമേഴ്സ് ക്ലബ്ബ് പ്രവർത്തകർ ഇടയ്ക്കിടെ തോട്ടം സന്ദർശിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും നൽകുന്നു. കൃഷിയിൽ സഹായിക്കാൻ കുടുംബാംഗങ്ങളും ഒപ്പമുണ്ട്. ചീര, പാവൽ, പടവലം, മത്തൻ, കുമ്പളം, വെണ്ട, പയർ തുടങ്ങി കാർത്തിയായനിയമ്മയുടെ തോട്ടത്തിൽ വിളയാത്ത പച്ചക്കറികളില്ല. കഴിഞ്ഞ വർഷം പഞ്ചായത്തിലെ ഏറ്റവും നല്ല പച്ചക്കറി കൃഷിക്കാരിയായി തിരഞ്ഞെടുത്ത കാർത്തിയായനിയമ്മയെ ഫാർമേഴ്സ് ക്ലബ്ബും ബാങ്കും വിഷുക്കോടി നൽകിയും സമ്മാനങ്ങൾ നൽകിയും ആദരിച്ചിരുന്നു. എന്നാൽ ജൈവ പച്ചക്കറിക്ക് വിപണിയിൽ വേണ്ടത്ര വില ലഭിക്കുന്നില്ല എന്നതാണ് കാർത്തിയായനിയമ്മയുടെ പരാതി. രാവിലെ എണീറ്റ് ഞാനെല്ലാം വെള്ളമൊഴിച്ച് ആയിട്ടാകുമ്പോൾ എല്ലാം പറിച്ചിട്ടാകുമ്പോൾ മോൻ കൊണ്ടുപോകും. പിന്നെ ബാങ്കിൽ നിന്ന് എനിക്ക് പൈസ കഴിഞ്ഞ പ്രാവശ്യം കിട്ടീന്, ഒരു മുണ്ട് കിട്ടീന്, ഇതെല്ലാം കിട്ടീന്. അങ്ങനെയെല്ലാം എനിക്ക് ഈ ചെറുപ്പത്തിലെ ഈ ഒരു കൃഷിയുടെ മേഖലയാണ് എൻ്റെ ഒരു ഇത്. അതുകൊണ്ട് ഞാനെല്ലാം ഇപ്പോൾ ചെയ്യുന്നുണ്ട്. പണം വാരിയിട്ട് ആര് കൊണ്ടിടാനില്ലെങ്കിൽ തൊട്ടിയിൽ വാരി കൊണ്ടുപോയിട്ടാണ് ഞാൻ ഇടൽ. കൊണ്ടിടാൻ ആളില്ലെങ്കിൽ എല്ലാം തൊട്ടിയിൽ വാരിയിട്ട് ഓരോന്നിനും കൊണ്ടിടും. അത്ര തന്നെ, മറ്റേ ആളെ കൂട്ടിയിട്ടൊന്നും പണിയെടുപ്പിച്ചില്ല ഇത്. മണ്ണിനെയും കൃഷിയെയും സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുന്ന കാർത്തിയായനിയമ്മ കരിവെള്ളൂരിനാകെ മാതൃകയാണെന്ന് ഫാർമേഴ്സ് ക്ലബ്ബ് സെക്രട്ടറി കാന ഗോവിന്ദൻ പറയുന്നു. പോയത് കരിവെള്ളൂർ ഫാർമേഴ്സ് ക്ലബ്ബ് പ്രവർത്തകർ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇവിടെ വന്ന് വിസിറ്റ് ആവശ്യമായ നിർദ്ദേശം കൊടുക്കാറുണ്ട്. ബാങ്ക് പിന്നെ ഇവരെ ആദരിച്ചിട്ടുണ്ട്, പൊന്നാടിയിട്ട് ആദരിച്ചിട്ടുണ്ട്. നമ്മുടെ നാടിന് മാതൃകയാണ്
ഇവർ കുടുംബം എല്ലാം ഒന്നായിട്ടാണ്. പിന്നെ മകൻ്റെ ഭാര്യ സരിതയും അതുപോലെ പിന്നെ മകനും എല്ലാം ഒരു കൂട്ടുസഹായത്തോടു കൂടിയിട്ടാണ് ഈ കൃഷി ചെയ്യുന്നത്. ഇവിടുത്തെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ക്ലബ്ബുകൾക്കും നാട്ടുകാർക്കും നമ്മുടെ നാടിൻ്റെ സ്വത്തായിട്ട് ഇവരെ കാണണം. ജീവിത സായാഹ്നത്തിലും കൃഷിയെ അതിരറ്റ് സ്നേഹിക്കുന്ന കാർത്യാനിയമ്മയെ പോലെയുള്ളവർ ഇന്നിന്റെ ആവശ്യമായി മാറുകയാണ്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പച്ചക്കറിത്തോട്ടങ്ങൾ സംരക്ഷിക്കാൻ പ്ലാസ്റ്റിക് സഞ്ചികൾ കെട്ടിത്തൂക്കുന്നത് വ്യാപകമാവുന്നു. അശാസ്ത്രീയമായ ഇത്തരം പ്രവർത്തനങ്ങൾ വൻ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കാണ് വഴിയൊരുക്കുന്നത്. നട്ടുനനച്ച് വളർത്തിയ പച്ചക്കറികൾ കാട്ടുപന്നിയും മുള്ളൻപന്നിയും മറ്റും നശിപ്പിക്കാൻ തുടങ്ങിയതോടെയാണ് പുതിയ കെണിയുമായി കർഷകർ രംഗത്തെത്തിയത്. പച്ചക്കറിത്തോട്ടത്തിൽ പ്ലാസ്റ്റിക് സഞ്ചികൾ കെട്ടിത്തൂക്കുക. ഏറെ മനോഹരവും ഫലപ്രദവുമാണ് പ്ലാസ്റ്റിക് സഞ്ചികൾ. ഏഴോം ഗ്രാമപഞ്ചായത്തിൽ നരിക്കോട് വയലിലും ഏഴോം കുറുവാടുമുള്ള കാഴ്ചയാണിത്. പക്ഷേ കൃഷിക്ക് ശേഷം പൂർണ്ണമായും ഇവ നീക്കം ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നം ചെറുതൊന്നുമല്ല. അജൈവ മാലിന്യമായ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പാടത്ത് കുന്നുകൂടുകയും ഭാവിയിൽ കൃഷി നടത്താൻ പറ്റാത്ത സാഹചര്യമുണ്ടാവുകയും ചെയ്യും. എക്കഡോർ പോലുള്ള ശാസ്ത്രീയ രീതികൾ ഉപയോഗിക്കുകയാണ് ഫലപ്രദമായ മാർഗമെന്ന ഏഴോം കൃഷിഭവനിലെ രാമകൃഷ്ണൻ മാവിലവീട് പറയുന്നു. കർഷകർ പ്ലാസ്റ്റിക് സഞ്ചി പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി തയ്യാറാവുന്നത്. പക്ഷേ പ്ലാസ്റ്റിക് സഞ്ചി പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം ശാസ്ത്രീയമായിട്ട് തന്നെ കൊഡോൺ പോലുള്ള ജൈവ ഫലനായിട്ടുള്ള ഉപയോഗിക്കാവുന്ന ജൈവ കീടനാശിനികൾ ഉപയോഗിച്ച് പന്നികൾ ഒരു പരിധിവരെ നമ്മുടെ ചെറിയ രീതിയിൽ കൃഷി നടത്തുന്ന കർഷകർക്ക് എക്കഡോർ പോലുള്ള സംവിധാനം സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കും. അതിനാൽ കർഷകരെ സഹായിക്കാൻ ബന്ധപ്പെട്ട അധികൃതരുടെ സഹായം അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ കൃഷിഭൂമിയിലെ പ്ലാസ്റ്റിക് തോരണങ്ങൾ ഭാവിയിൽ വൻ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കാണ് വഴിയൊരുക്കുക. നികേഷ് താവം, ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ശൂർപ്പണഖാംഗം നൃത്തശില്പം ഞായറാഴ്ച അരങ്ങിലെത്തും. രാമായണത്തിലെ ശൂർപ്പണഖ ആഗമനം ആസ്പദമാക്കി അനിൽ പുത്തലത്തിന്റെ നേതൃത്വത്തിലാണ് നൃത്തശില്പം ഒരുക്കിയിരിക്കുന്നത്. പയ്യന്നൂർ ഗ്രാമപ്രതിഭയുടെ ആഭിമുഖ്യത്തിൽ കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ പ്രൊഡക്ഷൻ ഗ്രാന്റോടെ പ്രശസ്ത കഥകളി നടൻ അനിൽ പുത്തലത്താണ് ശൂർപ്പണഖാംഗം നൃത്തസംഗീത ശില്പം ഒരുക്കുന്നത്. രാമായണത്തിലെ ഒരേട് ശൂർപ്പണഖാഗമനം ആസ്പദമാക്കി കഥകളി, മോഹിനിയാട്ടം, ഭരതനാട്യം, തെയ്യം എന്നീ കലാരൂപങ്ങൾ കോർത്തിണക്കിക്കൊണ്ടാണ് ശൂർപ്പണഖാംഗം അരങ്ങിലെത്തിക്കുന്നത്. ത്രൈലോക്യ ജേതാവായ രാക്ഷസേശ്വരൻ രാവണന്റെ ഭഗിനി ശൂർപ്പണഖ രാമായണത്തിലെ ശക്തമായ സ്ത്രീ കഥാപാത്രം. തന്റെ ജീവിത വഴിയിൽ അനുഭവിക്കേണ്ടി വരുന്ന യാതനകൾ നമ്മുടെ സംസ്കൃതിക്ക് വരദാനമായി ലഭിച്ച വ്യത്യസ്തങ്ങളായ കലാരൂപങ്ങളിലൂടെ പകർന്നാടുകയാണ് ശൂർപ്പണഖാംഗത്തിലൂടെ. തപോവന വേഷധാരികളായ രാമലക്ഷ്മണന്മാരെയും സീതയെയും കാനന സഞ്ചാരത്തിനിടയിൽ ശൂർപ്പണഖ കണ്ടുമുട്ടുകയും അതിസുന്ദരന്മാരായ ആ തേജസ്വികളോട് അവൾ പ്രേമാഭ്യർത്ഥന നടത്തുകയും പല കാരണങ്ങൾ പറഞ്ഞ് അഭ്യർത്ഥന നിരസിക്കപ്പെടുകയും ചെയ്യുന്നു. കഠിനമായ കാമവും ആശാഭംഗവും കൊണ്ട് കോപിഷ്ഠയായ ശൂർപ്പണഖ സുന്ദരീഭാവം വെടിഞ്ഞ് നിശാചരീഭാവത്തിൽ സീതാദേവിക്ക് മുന്നിലേക്ക് ചാടി വീഴുമ്പോൾ രാമൻ തടഞ്ഞു നിർത്തുകയും കോപാകുലനായ ലക്ഷ്മണകുമാരൻ അവളുടെ മൂക്കുമുലയും ഛേദിക്കുകയും ചെയ്യുന്നു. ഘോരമായ അലമുറയിട്ട് ശൂർപ്പണഖ ജ്യേഷ്ഠനായ രാവണന്റെ സന്നിധിയിലേക്ക് പോകുന്നു. കഥാസന്ദർഭത്തിൽ കാടിളക്കി ഭരിച്ച് നടക്കുന്ന ഘോരരാക്ഷസിയുടെ ഭാവം ലോകോത്തര കലാരൂപമായ കഥകളിയിൽ ആര്യവളോട് സമമായി ഭുവനെ തുടങ്ങി ദശമുഖ സോദരി ശൂർപ്പണഖ എന്ന പദത്തിലൂടെ ആടുന്നു. ശ്രീരാമലക്ഷ്മണനെയും സീതയെയും സമീപിക്കുന്ന സുന്ദരീഭാവം കേരളീയ തനത് കലാരൂപമായ മോഹിനിയാട്ട വേഷത്തിലും ആടുന്നു. പൂർണ്ണേന്ദു വദന എന്ന് തുടങ്ങുന്ന ശൃംഗാരപദത്തിലൂടെ. ലക്ഷ്മണനാൽ അംഗവൈകല്യം സംഭവിച്ച് മൃതപ്രായത്തുള്ള അവസാന ഭാഗം വടക്കേ മലബാറിന്റെ ഫോക്കലയായ തെയ്യത്തിലൂടെ ആവിഷ്കരിക്കുന്നു. അനിൽ പുത്തലത്ത്, TM പ്രേമനാഥ്, ധനേഷ് പണിക്കർ, കലാമണ്ഡലം ബിന്ദുമാരാർ, അഭിരാമി ഭാർഗവൻ, ബിന്ദുജാമാരാർ, വീണ വിനോദ് എന്നിവരാണ് രംഗത്ത്. ആ കവിത ഒരുപക്ഷെ ഒരു കഥകളിയിൽ അവതരിപ്പിക്കുക എന്നായിരിക്കും ഇതിനെക്കാട്ടി നന്നാവുക എന്ന് ഞങ്ങൾ 3 പേര് ഇരുന്നത് സംഗീത സംവിധായകനായ ശ്രീജിത്ത് മട്ടന്നൂരോട് ഇരുന്ന സമയത്ത് പറഞ്ഞു, ഇത് കഥകളിയിൽ ചെയ്യുന്ന കുറച്ചും കൂടെ ഭംഗിയാവുന്നു. പക്ഷേ എൻ്റെ ഒരു വാശി അല്ലെങ്കിൽ എനിക്കിത് ഈ പ്രൊജക്റ്റ് വേണമെന്നുള്ളൊരു താല്പര്യപ്രകാരം ഞാൻ ഇതിലേക്ക് വരികയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഈ പ്രൊജക്റ്റ് കലാമണ്ഡലം ബിന്ദു ആദ്യമേ എന്നോട് ഞാൻ ഈ പരിപാടിയെ മുന്നോട്ട് പോകുമ്പോൾ തന്നെ സംസാരിച്ച സമയത്ത് പറഞ്ഞു, അല്ലട്ടാ ഞാനത് ചെയ്യാം, എനിക്ക് താല്പര്യമുണ്ട് പറഞ്ഞു. ബിന്ദുവും വന്നു. അപ്പം ഞാൻ മറ്റൊന്നും ആലോചിച്ചില്ല. അതിലൊരു ലളിതവേഷമായി വരുന്ന മോഹിനിയാട്ട രൂപത്തിൽ ഞാൻ ഉദ്ദേശിക്കുകയും അത് ഏറെ ഇതിന് ഗുണം ചെയ്യുന്ന എനിക്ക് മനസ്സിലാക്കി ഞാൻ ആ വേഷം സെലക്ട് ചെയ്യുകയും ചെയ്തു. ആശയവും ആവിഷ്കാരവും അനിൽ പുത്തലത്ത് നിർവഹിച്ചിരിക്കുന്നു. കാമ്പ്രത്ത് മാധവൻ മാസ്റ്ററുടെ രചനയ്ക്ക്
ശ്രീജിത്ത് മട്ടന്നൂർ സംഗീതം നൽകി. സ്നേഹ സതീഷ്, ശ്രീജിത്ത് മട്ടന്നൂർ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു. നൃത്തം ചിട്ടപ്പെടുത്തിയത് കാമ്പ്രത്ത് മാധവൻ മാസ്റ്റർ, കോട്ടയ്ക്കൽ രാജ്മോഹൻ, കലാമണ്ഡലം ബിന്ദുമാരാർ എന്നിവർ ചേർന്നാണ്. മൃദംഗം പയ്യന്നൂർ രാജനും, വയലിൻ മായാശിവജിയും, ചെണ്ട ഇടയ്ക്ക ഹരിനാരായണനും, മദ്ദളം സദനം രജീഷും, മേക്കപ്പ് ലിജീഷ് ചേലിയും, വസ്ത്രാലങ്കാരം രാധാ കെ എ, ചമയം ദേവൻ ആർട്സ്, റെക്കോർഡിംഗ് SS ഓർക്കസ്ട്ര, ഫോട്ടോസ് സേതു കട്ട്സ് ആൻഡ് മിക്സ് എന്നിവരും നിർവഹിക്കുന്നു. ആദ്യ പ്രദർശനം ഫെബ്രുവരി 7 ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്ക് പയ്യന്നൂർ മഹാദേവ ഗ്രാമം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര മൈതാനിയിൽ വെച്ച് ഗ്രാമം പ്രതിഭാ പ്രസിഡന്റ് PU രാജന്റെ അധ്യക്ഷതയിൽ TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്യും. സ്വാമി കൃഷ്ണാനന്ദ ഭാരതി അനുഗ്രഹഭാഷണം നടത്തും. KP കുഞ്ഞിക്കണ്ണൻ ഉപഹാര സമർപ്പണം നടത്തും. M പ്രദീപ് കുമാർ, CK മാരാർ, PK സുരേഷ് കുമാർ, അനിൽ പുത്തലത്ത്, KP ഭാർഗവൻ എന്നിവർ സംസാരിക്കും. കുന്നംകുളം പ്രസ് ക്ലബിന്റെ 9ാമത് മാധ്യമ പുരസ്കാരം പ്രഖ്യാപിച്ചു. പ്രാദേശിക മാധ്യമ പ്രവർത്തകനുള്ള പുരസ്കാരത്തിന് മലയാള മനോരമ പരിയാരം ലേഖകൻ ജയരാജ് മാതമംഗലം അർഹനായി. കുന്നംകുളം പ്രസ് ക്ലബിന്റെ 9ാമത് മാധ്യമ പുരസ്കാരം പ്രഖ്യാപിച്ചു. പ്രാദേശിക മാധ്യമ പ്രവർത്തകനുള്ള പുരസ്കാരത്തിന് മലയാള മനോരമ പരിയാരം ലേഖകൻ ജയരാജ മാതമംഗലം അർഹനായി. 10,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. പരിയാരം മെഡിക്കൽ കോളേജിന്റെ ജപ്തി ഭീഷണിയുമായി ബന്ധപ്പെട്ട് ജപ്തിക്കാരും അണികെട്ടും എന്ന തലക്കെട്ടോടുകൂടിയ വാർത്തയാണ് ജയരാജനെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. ഫെബ്രുവരി 13 കുന്നംകുളം ബോയ്സ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ രാവിലെ 10 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ കേരള ഹൈക്കോടതി ജസ്റ്റിസ് B കമാൽ പാഷ അവാർഡ് വിതരണം ചെയ്യും. മാതമംഗലത്തെ M കൃഷ്ണൻ നായരുടെയും K തങ്കമണിയുടെയും മകനാണ് ജയരാജ്. ഭാര്യ K ബിന്ദു, ശ്രീലക്ഷ്മി, വാണിശ്രീ എന്നിവർ മക്കളാണ്. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. ഫോർവേഡ് ബ്ലോക്കിന്റെ നേതാജി നവകേരള യാത്രയ്ക്ക് ഞായറാഴ്ച പയ്യന്നൂരിൽ സ്വീകരണം നൽകും. ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് V രാംമോഹൻ നയിക്കുന്ന നേതാജി നവകേരള യാത്രയ്ക്ക് ഫെബ്രുവരി 7 ഉച്ചയ്ക്ക് 12 മണിക്ക് പയ്യന്നൂർ പുതിയ സ്റ്റാൻഡിൽ സ്വീകരണം നൽകും. സ്വീകരണ പൊതുയോഗം AIYFB ദേശീയ സെക്രട്ടറി G ദേവരാജൻ ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി KM ബാലകൃഷ്ണൻ, K തമ്പാൻ, KU രാഘവൻ, VP സുഭാഷ്, N പത്മനാഭൻ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. വോൾക്കാനോ വെങ്ങര സംഘടിപ്പിക്കുന്ന A അഷ്റഫ് സ്മാരക സെവൻസ് ഫുട്ബോൾ ഫെസ്റ്റിന് ഞായറാഴ്ച തുടക്കമാകും. തളിപ്പറമ്പ് DYSP P സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ഫുട്ബോൾ മാമാങ്കത്തിനൊരുങ്ങിക്കഴിഞ്ഞു മാടായി ഗ്രാമം. മാടായി പാളയം മൈതാനത്ത് ഫെബ്രുവരി 7 മുതൽ മാർച്ച് 4 വരെയാണ് മത്സരം നടക്കുന്നത്. 6000-ഓളം പേർക്ക് ഇരിക്കാവുന്ന ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയം നിർമ്മാണം പൂർത്തിയായി. ഉദ്ഘാടന മത്സരത്തിൽ KFC കാളിക്കടവ്, കോയപ്പാറ ബ്രദേഴ്സ് കുഞ്ഞുമംഗലവും തമ്മിൽ ഏറ്റുമുട്ടും. AYC ഉച്ചാരക്കടവ്, ആലുക്കാസ് തൃശൂർ, അഭിലാഷ് പാലക്കാട്, ഹിറ്റാച്ചി തൃക്കരിപ്പൂർ, ലക്കി സ്റ്റാർ ആലുവ, ഷൂട്ടേഴ്സ് പടന്ന തുടങ്ങി പ്രമുഖ ടീമുകൾ മത്സരത്തിൽ മാറ്റുരയ്ക്കും. നൈജീരിയൻ താരങ്ങൾ ഉൾപ്പെടെ പ്രമുഖ കളിക്കാർ മാടായി പാളയം ഗ്രൗണ്ടിൽ നടക്കുന്ന ഫുട്ബോൾ മത്സരത്തിൽ ബൂട്ടണിയും. വോൾക്കാനോ ആർട്സ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന യാഷ്ട്ര സ്മാരക സ്വർണ്ണക്കപ്പിന് വേണ്ടിയുള്ള 5ാമത് ഓൾ കേരള സെവൻസ് ഫുട്ബോൾ ഫെസ്റ്റിന്റെ ഉദ്ഘാടന കർമ്മം നാളെ നിർവഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട തളിപ്പറമ്പ് DYSP A സുരേന്ദ്രൻ അവർകളാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. 6000 പേർക്ക് ഇരിക്കാനുള്ള ഗാലറി സൗകര്യമാണ് ഞങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കേരള സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ അഫിലിയേറ്റ് ചെയ്ത ടീമുകളാണ് ഇവിടെ മാറ്റിയിരിക്കുന്നത്. 24 ടീമുകളുണ്ട്. നാളെ ഫെബ്രുവരി 7 മുതൽ ഞായറാഴ്ച വൈകുന്നേരം 7:30 കിക്ക് ഓഫ്. അത് കഴിഞ്ഞ് മാർച്ച് 4 വരെ മത്സരം നീണ്ടു നിൽക്കും. മാർച്ച് 4 ഫൈനൽ മത്സരം നടക്കും. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കോറോം വില്ലേജിലെ 2015-16 സാമ്പത്തിക വർഷത്തെ ഭൂനികുതി, കെട്ടിട നികുതി എന്നിവ അടക്കാൻ ബാക്കിയുള്ളവർ ഫെബ്രുവരി 27 മുൻപായി അടയ്ക്കേണ്ടതാണെന്ന് വില്ലേജ് ഓഫീസർ അറിയിക്കുന്നു. അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ PV അപ്പക്കുട്ടി പഠന കേന്ദ്രം സംഘടിപ്പിക്കുന്ന വനിതാ പാർലമെന്റ് ഞായറാഴ്ച മാടായി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ പഴയങ്ങാടിയിൽ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ സ്ഥിതിവിശേഷം എന്ന് പറയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെല്ലാം സമൂഹത്തിൽ വളരെയേറെയുണ്ട്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ ലോകത്തെ വികസിത രാജ്യങ്ങൾക്കൊപ്പം എത്തിയ കേരളം തൊഴിൽ മേഖലയിലും അധികാര മേഖലയിലും പുറകിൽ തന്നെയാണ്. ഇത്തരം വെല്ലുവിളികൾക്കെതിരെ പ്രതിരോധം തീർക്കുക എന്നതാണ് വനിതാ പാർലമെന്റ് ലക്ഷ്യമിടുന്നത്. PK ശ്രീമതി ടീച്ചർ MP പരിപാടി ഉദ്ഘാടനം ചെയ്യും. PP ദാമോദരൻ അഭിവാദ്യമർപ്പിച്ച് സംസാരിക്കും. VV പ്രീത അധ്യക്ഷയാകും. സ്ത്രീകൾ തൊഴിലിടങ്ങളിൽ, ആരോഗ്യം, സാമൂഹ്യക്ഷേമം, വികസനം, അതിക്രമങ്ങളും നിയമങ്ങളും,
വികസനം, വനിതാ ജനപ്രതിനിധികൾ, കുടുംബശ്രീ എന്നീ വിഷയങ്ങളെ അധികരിച്ച് ചർച്ചകൾ നടക്കും. പഴയങ്ങാടിയിൽ നടന്ന മാധ്യമ സമ്മേളനത്തിൽ പി തമ്പായി, വി പ്രീത, എ മാധവി, എം ശകുന്തള, പി ഇന്ദിര, വി പ്രഭാവതി, പി ഉഷ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി പെരുമ്പ യൂണിറ്റ് സമ്മേളനം പെരുമ്പ VSS ഹാളിൽ നടന്നു. പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി പെരുമ്പ യൂണിറ്റ് സമ്മേളനം പെരുമ്പ VSS ഹാളിൽ നടന്നു. പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ ഉദ്ഘാടനം ചെയ്തു. വി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പി പ്രകാശൻ സ്വാഗതം ആശംസിച്ചു. KV ഉണ്ണികൃഷ്ണൻ, പി വിജയൻ, സി കൃഷ്ണൻ, MV തമ്പാൻ, KC രവീന്ദ്രൻ തുടങ്ങിയവർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പി പ്രകാശൻ, കൌൺസിലർ KM ബുഷ്ര, TT കുഞ്ഞിക്കണ്ണൻ, പി ഗോപാലൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പെരുമ്പയിലെ കാലപ്പഴക്കം ചെന്ന പാലം എത്രയും പെട്ടെന്ന് പുതുക്കി നിർമ്മിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് സമ്മേളനം ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി ചെറുപുഴ ലയൺസ് ക്ലബിന്റെ സാധുജന സഹായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ചില പദ്ധതികൾ പൂർത്തിയായി വരികയാണെന്നും ലയൺസ് ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ശതാബ്ദി ആഘോഷത്തിന്റെ മുന്നോടിയായി ചെറുപുഴ ലയൺസ് ക്ലബ്ബ് സാധുജന സഹായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ 13 വർഷമായി താബോർ വൃദ്ധഭവനിലെ അന്തേവാസികൾക്കായി ക്ലിനിക് നടത്തിവരുന്നു. സൗജന്യ പാർപ്പിട നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി 2 വീടുകൾ നിർമ്മിച്ചു നൽകി. വടകരയിലെ ഒരു നാടോടി കുടുംബത്തിനായി വീട് നിർമ്മാണം പുരോഗമിക്കുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി 500 രൂപ വീതം 20 പേർക്ക് പെൻഷൻ, 45,000 രൂപയുടെ ചികിത്സാ സഹായം, പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ്, സ്വയം തൊഴിൽ പദ്ധതിയുടെ ഭാഗമായി തയ്യൽ മെഷീൻ, മറ്റ് ഉപകരണങ്ങളുടെ വിതരണം, വീൽചെയർ വിതരണം, ചെറുപുഴ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ധനസഹായം, പ്രാപ്പോയിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം എന്നിവ നടക്കും. കൂടാതെ ചെറുപുഴ ലയൺസ് ക്ലബിന്റെ സ്വപ്ന പദ്ധതിയായ ലയൺസ് വില്ലേജിന്റെ ഉദ്ഘാടനം ഡിസ്ട്രിക്ട് ഗവർണർ സുജിത് MJF നിർവഹിക്കുമെന്നും ബന്ധപ്പെട്ടവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. അരിയൽ കരയപ്പാത്ത് ശ്രീ കതിവനൂർ വീരൻ ദേവസ്ഥാനം കളിയാട്ട മഹോത്സവം ഫെബ്രുവരി 12 മുതൽ 14 വരെ നടക്കും. ഇനി മാറ്റൊലി. മാറ്റൊലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. ശബരിമലയിൽ സ്ത്രീകൾക്കുള്ള നിരോധനം തുടരണമെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. പ്രേക്ഷക പ്രതികരണങ്ങൾ. ശബരിമല ശ്രീ അയ്യപ്പൻ സ്ത്രീ വിരോധിയായിട്ട് എവിടെയും നമ്മൾ പറഞ്ഞു കേൾക്കുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ശബരിമല ഇപ്പം തൊട്ടടുത്ത് തന്നെ കുടിയിരുത്തിയിരിക്കുന്നത് മാളികപ്പുറത്ത് അമ്മേനെയാണ്. അപ്പോൾ അതൊരു സ്ത്രീ വിരോധിയാണെങ്കിൽ അങ്ങനെ തൊട്ടടുത്ത് ഇരുത്തില്ലല്ലോ. അപ്പോൾ എല്ലാ ഈശ്വരന്മാരും സ്ത്രീ പുരുഷ സമത്വം ഒരേപോലെ ഈ ആരാധിക്കാനുള്ള അവസരങ്ങൾ ഇപ്പോൾ ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ട്, മറ്റെല്ലാ ക്ഷേത്രങ്ങളിലുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ശബരിമലയിൽ ഇങ്ങനെ ഒരു വിവേചനം വന്നു എന്ന് നമുക്കറിയില്ല. അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് അതിനെക്കുറിച്ചുള്ള ചർച്ചയും അതിനെക്കുറിച്ചുള്ള തീർപ്പുകളും അതിനെക്കുറിച്ചുള്ള രാശിവെപ്പൊക്കെ കഴിഞ്ഞ് എന്ത് നടപടി വേണമെന്ന് ബന്ധപ്പെട്ട ആളുകൾ തീരുമാനിക്കുക എന്ന് ആ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളൂ. അതെ, ശബരിമലയിൽ ഇപ്പോൾ പണ്ടുള്ള ആചാരങ്ങൾ അത് മാറ്റാൻ പറ്റില്ല. എങ്ങനെയാണ് അല്ല, സ്ത്രീകൾക്ക് എന്തായാലും 40 ദിവസം പുറത്തിറക്കാൻ പറ്റില്ല. അത് കാരണം പണ്ടുകൊണ്ടുള്ള ആചാരം തുടർന്ന് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, ആചാരപ്രകാരം നമുക്ക് ആചാരത്തിനൊന്നും എതിർക്കാൻ പറ്റില്ല. ഓരോരാൾക്ക് ഓരോ ആചാരം ഉണ്ട്, അതിനനുസരിച്ചിട്ടാണ് എല്ലാവരും അതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഒന്നിനെ എതിർക്കാനില്ല, ഇതൊന്നും നമുക്കില്ല. ആചാരം പറഞ്ഞാൽ 41 ദിവസം വ്രതം വേണമെന്നാണ് ശബരിമലക്ക് പോകണമെങ്കിൽ. അപ്പോൾ അത് സ്ത്രീകൾക്ക് അതിന് ആവില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് സ്ത്രീകളെ കയറ്റുക? അല്ലേ പിന്നെ ഇങ്ങനത്തെ വ്രതം വേണ്ടാന്ന് നോക്കണം. സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. ഏഴിമല നാവിക അക്കാദമിയിൽ പോലീസ് പരിശോധന കർശനമാക്കിയത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് തിരിച്ചടിയാകുന്നു.
തൃക്കരിപ്പൂർ മുച്ചിലോട്ട് പെരുങ്കളിയാട്ടത്തിന് തിരിതെളിഞ്ഞു. 4 നാൾ ഇനി ഭക്തിസാന്ദ്രം. കുടിവെള്ളത്തിനായി കൊല നടക്കുന്ന കാലം ആസന്നമെന്ന് വി മധുസൂദനൻ നായർ. ക്ഷേത്ര ചൈതന്യം നിലനിൽക്കുന്നത് ജാതിമത പരിഗണനകളില്ലാത്ത നാട്ടുകൂട്ടായ്മയിലൂടെയാണെന്നും കവി. കൈക്കോട്ട് കടവിലെ പ്രവാസിയുടെ വീട്ടിലെ കവർച്ചാശ്രമം. ഒളിക്യാമറയിൽ പതിഞ്ഞ CPM നേതാവ് അറസ്റ്റിൽ. എഴുപത്തിയാറാമത്തെ വയസ്സിലും ജൈവ പച്ചക്കറി കൃഷിയിൽ വിജയഗാഥ തീർക്കുകയാണ് കരിവള്ളൂർ പലിയേരിയിലെ കാർത്യായനി അമ്മ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.